ഡോക്ടർമാർക്കും സിനിമാ പ്രവർത്തകർക്കും ലഹരിമരുന്ന് വിതരണം ചെയ്യുന്ന മുഖ്യ കണ്ണികൾ പ്രീമിയം വിൽപ്പനക്കാർ. കൊച്ചിയിൽ ഡാൻസ് ഓഫിന്റെ പിടിയിൽ. അമൽ ജോർജ്, അഭിജിത്ത് എന്നിവരാണ് ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ കുടുങ്ങിയത്. ചേരാനല്ലൂരിൽ വീട് വാടകയ്ക്കെടുത്തായിരുന്നു വിൽപ്പന. അമൽ ജോർജ് നേരത്തെയും രാസലഹരിയുമായി പിടിയിലായിട്ടുണ്ട്. സജോ ദേവസി തന്നെയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും. സജോ, ഇവര് പ്രീമിയം വിൽപ്പനക്കാരാണ് എന്ന് തോന്നുന്നു. കുറച്ചുകൂടി കൂടിയ ആളുകൾക്ക് മുന്തിയ സാധനങ്ങളാണ് കൊടുത്തോണ്ടിരുന്നത്. ഇതിൽ ഒരാൾ നേരത്തെ പിടിയിലായിട്ടുണ്ടെന്ന് തോന്നുന്നു, അമൽ ജോർജ്. എന്നിട്ടും അയാൾ പഠിച്ചില്ല. അയാൾ വീണ്ടും ഇതേ പഠിക്ക് തന്നെ ഇറങ്ങിയോ സജോ? ഡോക്ടർ അരുൺകുമാർ, അതായത് ലഹരി വിൽപ്പനയിൽ വലിയ ഗവേഷണം ചെയ്യുന്ന ആളുകളാണെന്ന് തോന്നുന്നു. നേരത്തെയും പിടിയിലായ ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. ചേരാനല്ലൂരിൽ വീടൊക്കെ വാടകയ്ക്കെടുത്ത് പ്രീമിയം കസ്റ്റമർമാരെ കണ്ടെത്തിയുള്ള കച്ചവടമാണ്. അതായത് ഹൈ പ്രൊഫൈൽ ആളുകൾ, അതായത് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഡോക്ടർമാർ, അങ്ങനെ സമൂഹത്തിൽ നമ്മൾ വൈറ്റ് കോളർ എന്നൊക്കെ വിളിക്കുമല്ലോ, ആ ലെവലിലുള്ള ആ റേഞ്ചിലുള്ള പ്രീമിയം കസ്റ്റമേഴ്സിനെ മാത്രം ലക്ഷ്യമിട്ടുള്ള, അതായത് മയക്കുമരുന്ന് രംഗം ഏതൊക്കെ രൂപത്തിൽ ഏതെല്ലാം ഭാവത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്, വേരുകൾ ആഴ്ത്തിയിട്ടുണ്ട് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. ഏതാണ്ട് ഇപ്പോൾ പോലീസുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് 1 കോടിയിലധികം രൂപയുടെ മൂല്യമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും ഇവരുടെ കച്ചവടത്തിൽ സമാന മൂല്യമുള്ള കച്ചവടത്തിന് വിശദാംശങ്ങൾ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. എന്ന് വെച്ചാൽ 1 കോടി രൂപ ചെറിയ കാര്യമല്ല. 250 ഗ്രാം MDMA ആണ്. അതിന്റെ വിപണി മൂല്യം തന്നെ 1 കോടിക്ക് പുറത്തു വരും. അമൽ ജോർജ്, അഭിജിത്ത് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. അപ്പോൾ ഇവർ നേരത്തെയും സമാന രൂപത്തിൽ ഈ അഭിജിത്തിന്റെ അക്കൗണ്ട് വഴി പണമിടപാട് നടത്തിയതിന്റെ ഒരു രേഖകളും മറ്റുമൊക്കെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ മീനല്ല, അതൊരു വലിയ നെറ്റ്വർക്കാണ് എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ പരിശോധനയിലേക്ക് പോകും. അതായത് പലപ്പോഴും സാധാരണ ആളുകളിലേക്ക് ലഹരി വിൽക്കുന്ന രീതി, അതിൽ ഡ്രോപ്പിംഗ് സംവിധാനം, പല മെത്തേഡുകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഹൈ പ്രൊഫൈൽ ആളുകൾക്ക് ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിന് വേറെ മെത്തേഡുകളാണ് ഇവർ അവലംബിച്ചത്. ഏതായാലും തുടർച്ചയായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തൂഫാന്റെ ഭാഗമായി വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സജോ ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാരണവശാലും ഈ ലഹരിയുടെ കരാള ഹസ്തത്തിലേക്ക് നമ്മൾ പോയി വീഴരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ കമ്പനികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയും ആദ്യം സൗജന്യമായി കൊടുക്കും. പിന്നെ അതിന്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ, അതിനടിമപ്പെട്ടു എന്നറിഞ്ഞാൽ പിന്നീട് പണം ആവശ്യപ്പെട്ടാണ് ഇതൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ റാക്കറ്റുകൾ, വലിയ കണ്ണികൾ നമ്മുടെ ചുറ്റുമുണ്ട്, പരിസരത്തുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴുകന്മാർ റാഞ്ചിക്കൊണ്ടു പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടി നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ടതുണ്ട്. ഒരു തൂഫാൻ വാരിയറായി പ്രേക്ഷകരോട് പറയുന്നു, ലഹരിയും വേണ്ട, ലഹളയും വേണ്ട. നമ്മുടെ ക്യാമ്പയിനും സജീവമായി തന്നെ മുന്നോട്ടുണ്ട്. എല്ലാ ലഹരി വിൽപ്പന ഇടപാടുകളും ശ്രദ്ധയിൽപ്പെടുന്നത് പൂർണ്ണമായും നമ്മൾ റിപ്പോർട്ട് ചെയ്യും, അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. 0 ടോളറൻസ് ആണ് കേട്ടോ. ലഹരിയുടെ വിൽപ്പനക്കാരുമായി ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഒരു തരത്തിലുള്ള ദയാവായ്പും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സാധ്യമായതിൽ വെച്ച് പരമാവധി ശിക്ഷ കൊടുത്താണ് ഈ ലഹരി വിൽപ്പനക്കാരെ ഒതുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ പക്ഷം. അതിനൊക്കെ നിയമങ്ങൾ ഭേദഗതി ചെയ്യണം. ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ആയതുകൊണ്ടാണ് ഈ അമൽ ജോർജിനെ പോലുള്ളവർ പിന്നീട് ഇറങ്ങി വീണ്ടും ഇതേ കച്ചവടത്തിന് പോകുന്നത്. വീണ്ടും ഈ ധൈര്യകുമാർക്ക് എങ്ങനെ കിട്ടുന്നു? അപ്പോൾ കിട്ടുന്ന വരുമാനവും പണവും സ്വാധീനവും വലുതാണ്. അതുകൊണ്ടാണ് പിടിക്കപ്പെട്ടിട്ട് വീണ്ടും ഇതേ പണിക്കിറങ്ങത്തക്ക രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ.